യു പ്രതിഭ MLA മകനെതിരായ കഞ്ചാവ് കേസിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയാവുകയാണ്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും MD വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിക്കുമായിരുന്നു എന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്തു വരികയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഈ പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞാൻ പോയിരിക്കുന്നതാണ് വല്ലപ്പോഴും പേടിയെന്ന് പറയും. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസുദേവൻ നായർ വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. കായംകുളത്ത് S. വാസുദേവൻ പിള്ള രക്തസാക്ഷി അനുസ്മരണ ഉദ്ഘാടന വേദിയിലായിരുന്നു MLA യു പ്രതിഭയ്ക്ക് മന്ത്രിയുടെ പിന്തുണ. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെയായി. പുകവലിക്കുന്നതിനെ നിസ്സാരവൽക്കരിച്ചും എക്സൈസിനെ വിമർശിച്ചുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. FIR റിപ്പോർട്ട് താൻ കണ്ടുവെന്നും അതിൽ കൂട്ടം കൂടി പുകവലിച്ചതായാണ് പറഞ്ഞത്. പുകവലിക്കുന്നത് മഹാപരാധമാണോ എന്നും മന്ത്രി. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു. യു പ്രതിഭ MLA മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും കേസ്. എന്നാൽ ഇത് മറച്ചുവെച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. പിന്നാലെ തന്റെ പ്രസംഗത്തിൽ കൂടുതൽ വ്യക്തതയുമായി മന്ത്രി രംഗത്തെത്തി. ലഹരിയെ പ്രോത്സാഹിപ്പിക്കുക അല്ല താൻ ഉദ്ദേശിച്ചതെന്നും അവരെ ഉപദേശിച്ചു വിടുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും മന്ത്രി. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷെ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. യു പ്രതിഭയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളികളാണെന്നും മന്ത്രി. സങ്കടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞു പോകും. ഒരു സ്ത്രീയെ പറ്റി ഇത്രയും മോശമായി അവര് കേൾക്കാൻ പാടില്ലാത്ത, അവർ ചെയ്യാത്ത നൂറുകണക്കിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നിട്ട് അവരുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനു മുമ്പ് കളവൊരുക്കണം, കായംകുളത്തിൽ കളവൊരുക്കണം. അതിനുവേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേസമയം യു പ്രതിഭ MLA മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഭ വിഷയത്തിൽ പാർട്ടി ഇതുവരെ നിശബ്ദമായിരുന്നപ്പോഴാണ് പാർട്ടി വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം കുരുക്കാകുന്നത്. ജില്ലയിലെ മുഴുവൻ ഏരിയ സമ്മേളനങ്ങളും സജി ചെറിയാൻ വിഭാഗം പിടിച്ചടക്കിയ ഒരു സമ്മേളന കാലത്തുകൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയം. പക്ഷേ എക്സൈസിനെതിരായ മന്ത്രിയുടെ നിലപാടും ലഹരിയെ ലളിതവൽക്കരിക്കുന്ന പരാമർശത്തെയും പാർട്ടിയിലെ പ്രബല വിഭാഗം അനുകൂലിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. അപ്പോൾ അതാണ്, പുകവലിക്കുന്നത് വലിയ പ്രശ്നമാണോ എന്ന് മന്ത്രി ചോദിക്കുന്നു, സാംസ്കാരിക മന്ത്രി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പുകവലി ഒരു മോശം ശീലമായാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ 100 വിഷയങ്ങൾ അതിലുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഈ പരാമർശത്തോട് പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത്? കേൾക്കാം പൊതുജനത്തിന്റെ പ്രതികരണം. കേടായിരിക്കും, അതിൻ്റെ പുറത്തന്നെ ഇത് ചെയ്യില്ലേ, ക്യാൻസറിന് ബാധകമാവുന്നു. അതുകൊണ്ട് വലിക്കുന്നത് തെറ്റാണ്, ഹാനികരമാണ്. അത് കുറേ രോഗത്തിന് കാരണമാണ്. പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് ശ്വസിക്കുന്ന നമുക്കും അതിൻ്റെതായ പ്രശ്നം ഒക്കെ ഉണ്ടാവും. വലിക്കാണ്ടൊക്കെ വെറുതെ പൈസ നോക്കണ്ടല്ലോ, പൈസ കൊടുത്ത് നമ്മൾ അസുഖം വാങ്ങണ്ടല്ലോ. അങ്ങനത്തെ പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇനി ആരോട് വലിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. അത് വലിച്ചാൽ ക്യാൻസറിനൊക്കെ കാരണമാണ്. അത് ശ്വാസകോശ തടസ്സങ്ങൾ ഉണ്ടാക്കും, പിന്നെ ക്യാൻസർ വരുത്തും, ലെൻസിന് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് വരും. അപ്പോൾ അതൊക്കെ ഹാനികരമാണ്. പിന്നെ പുക വലിക്കുന്നവർക്ക് മാത്രമല്ല, അതിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കും അത് എഫക്റ്റ് ചെയ്യാൻ കാരണമാണ്. ഹാനികരമാണ്. ശരീരത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിവരാൻ ചാൻസ് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ബോഡി വീക്കാക്കും. അസുഖങ്ങളില്ലാത്ത ആൾക്കാർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാറുന്നതും ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ മലബാർ വാലി എന്ന ഐഡിയയിൽ നിന്ന് പറയുന്നു, സാംസ്കാരിക വകുപ്പ് മന്ത്രി പദവിയുടെ പവിത്രത നിലനിർത്തണമായിരുന്നു, ഒരാളെ സംരക്ഷിക്കാൻ സ്വന്തം വില കളയേണ്ടിയിരുന്നില്ല എന്നാണ് ആ പ്രതികരണം പറയുന്നു. കൂടാരം KK എന്ന ഐഡിയയിൽ നിന്ന് പറയുന്നു, വിടടെ, അത് എനിക്ക് തോന്നുന്നു വേറെ പണിയൊന്നുമില്ല എന്ന ചോദ്യമാണെന്ന് തോന്നുന്നു. ശരി, നമ്മൾ അങ്ങനെ കാണാം. പിന്നെ
സുമേഷ് കോട്ടയം ചോദിക്കുന്നു, പുകവലി വിവാദം പെരിയ വിവാദം മറികടക്കാനാകുമോ? അതിനുവേണ്ടിയാണോ? പക്ഷേ അല്ല. അതിനൊക്കെ മുമ്പ് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വേദിയിൽ പറഞ്ഞ കാര്യമാണ്. അത് ഇന്ന് ചർച്ചയായി എന്ന് മാത്രമല്ല. സലീം ജേക്കബ് പറയുന്നു 24ന്റെ കരച്ചിൽ ഉടനെയെങ്ങും തീരില്ല. എന്തിനാണാവോ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് കരഞ്ഞത് എന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ ജോസ്വിൻ ജോസഫ് പറയുന്നു, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മന്ത്രി ഇങ്ങനെയൊക്കെ പറയാമോ? ശരിയാണ്, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് ചിലതൊന്നും വായിക്കാൻ പറ്റില്ല, അത് വായിക്കുന്നില്ല. ഇനി കള്ള് പോഷകാഹാരം എന്ന് പറയുന്ന നേതാവുമുണ്ട് എന്നാണ് ഒരു പ്രതികരണം. അങ്ങനെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയമല്ലാത്ത ചർച്ചകളും സതുദ്ദേശത്തോടെയുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടക്കുന്നു. അത് നടക്കട്ടെ. എന്തായാലും അങ്ങനെ ചർച്ചകൾക്ക് വഴിവെക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ അതിലെ ഈ പറയുന്ന പുകവലി എന്നതൊരു സാമൂഹ്യ പ്രശ്നമാണെന്നൊരു ആംഗിളിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുവരും. അക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് യുവതലമുറയുടെ പ്രതികരണമൊക്കെ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തത്. നമ്മളിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ താക്കീതുമായി പെരിയ കേസിലെ കോടതി വിധി. അക്രമ രാഷ്ട്രീയം 2 യുവാക്കളുടെ ജീവനെടുത്ത കേസെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നത നേതാക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അണികൾ തമ്മിൽ തല്ലിച്ചാകുന്നു എന്ന കോടതി നിരീക്ഷണം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തിലധികം നീണ്ട വിചാരണയ്ക്കും ഒടുവിൽ എത്തിയ വിധി. കൊന്നവരും കൊല്ലിച്ചവരുമൊക്കെ ഇരുമ്പഴിക്കുള്ളിലേക്ക്. TP കേസിലേതിന് സമാനമായ പല ഘടകങ്ങളും പെരിയ കേസിലും കാണാം. TP കേസിൽ എന്നതുപോലെ ഉന്നത CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് വന്ന കേസ്. വെട്ട് 51 നിഷ്ഠൂരമായ കൊലപാതകം. പാർട്ടിയും സർക്കാരും പഠിച്ച പണി 18 നോക്കിയിട്ടും ഒടുവിൽ നീതിപീഠത്തിന് മുന്നിൽ ആയുധം വച്ച കീഴടങ്ങി. അക്രമരാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസെന്ന ആമുഖത്തോടെയാണ് കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കേസിൽ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമനടക്കം 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിക്കുകയുണ്ടായി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. വധശിക്ഷയാണ് പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബവും ആവശ്യപ്പെട്ടത്. പക്ഷേ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന ഗണത്തിൽ പെടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നിയമ നടപടികൾ മേൽക്കോടതിയിലേക്ക് തന്നെ. അതിവൈകാരിക കാഴ്ചകളാണ് വിധി വന്ന ശേഷം കോടതിയിലും പെരിയയിലെ സ്മൃതി മണ്ഡപത്തിലും കണ്ടത്. മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ കണ്ണുനീർ, അണികളുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളി, നേതാക്കളുടെ ആശ്വാസവാക്കുകൾ. വിധിയിൽ തൃപ്തരല്ലെന്നും ശിക്ഷാപ്രഖ്യാപനത്തിന് ശേഷം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. CPIM നേതാക്കൾക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞു പോയെന്നാണ് ആക്ഷേപം. അതേസമയം കനത്ത തിരിച്ചടിയിലും ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് CPIM. CBI കൂട്ടിലടച്ച തത്തയാണെന്നും തങ്ങളുടെ നേതാക്കളെ കൊലക്കേസിൽ പെടുത്തിയതാണെന്നും ആക്ഷേപം അവരും ഉന്നയിക്കുന്നു. കൊലയാളികളെ നേരിട്ട് സന്ദർശിച്ച CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി അവർക്ക് പാർട്ടിയുടെ എല്ലാ പിന്തുണയുമുണ്ടെന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കി. അവർ കമ്മ്യൂണിസ്റ്റുകാരില്ലേ, സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല. ഉന്നത നേതാക്കൾ പരസ്പരം സഹകരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അണികൾ പരസ്പരം വെട്ടിച്ചാകാൻ നിൽക്കുന്നു എന്നൊരു പരാമർശം ഈ കോടതി ഉത്തരവിലുണ്ട്. കൊല്ലാനും ചാകാനും ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നത് നന്നാകും. അല്ലെങ്കിൽ പാർട്ടിക്ക് രക്തസാക്ഷികളെ കിട്ടുമ്പോൾ അനാഥമാകുന്നത് അനവധി കുടുംബങ്ങളാണ്. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി.
പൊതുജനം കഴുതയല്ല സാർ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും ഒക്കെയാണ് വിചാരണ കോടതി വിധി. കഴിഞ്ഞ കുറേ നാളുകളായി കൊലപാതക രാഷ്ട്രീയ കേസുകളിൽ കോടതി വിധി പറയുമ്പോൾ അത് ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പൊക്കെ ഒരു താക്കീതൊക്കെയായി ആ വിധികൾ മാറാറുണ്ട്. ഇവിടെയും അത് കുറെ കൂടി അടിവരയിട്ട് ഈ വിചാരണ കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഈ പ്രകാശൻ KP പറയുകയായിരുന്നു, വേണ്ടവർ വലിച്ചാൽ മതി, ഒരു കാലത്ത് ഒരുപാട് ആളുകളുടെ ജീവിതമാർഗമായിരുന്നു ബീഡി തെറുപ്പ് എന്നത് മറക്കേണ്ട എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഇന്ത്യ എന്ന ഐഡിയയിൽ എന്ന് പറയുന്ന ഈ സജി ചെറിയാനും മന്ത്രിമാരും ഒക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നു, പുകവലിയെ ഒരു മന്ത്രി തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ പ്രസംഗിച്ചതൊട്ടും ശരിയായില്ല എന്ന് പറയുകയാണ്. അതുപോലെ സാംസ്കാരിക മന്ത്രി ഇത്തരം പരാമർശങ്ങൾ പറഞ്ഞത് അപലപനീയമാണെന്ന് പരാമർശം വരുന്നുണ്ട്. ജയിലിൽ വെച്ച് തുടങ്ങിയ ശീലമെന്ന് പറഞ്ഞതുകൊണ്ട് മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടത്, ജയിലിൽ എങ്ങനെ ഈ പുകവലി ബീഡിയും സിഗരറ്റും ഒക്കെ കിട്ടും എന്നാണെന്ന് തോന്നുന്നു സുനിൽ ഗോവിന്ദൻ ചോദിക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സർക്കാരിന് ലാഭകരം എന്നൊരു പരാമർശം എബ്രഹാം തോമസ് പറയുന്നു. ഗോപിനാഥൻ മേനോൻ നേരത്തെ മന്ത്രി സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം അത് കേസായ കാര്യം അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പവിത്രൻ പാതിരപ്പെട്ട പറയുന്നു, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഈ മന്ത്രിക്ക് മാത്രം അറിയില്ലേ, നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ വളരെ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. ഇങ്ങനെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പിളി അനിൽ പറയുന്നു, ഈ രാഷ്ട്രീയ കൊലപാതകം ഇനിയെങ്കിലും ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പല പരാമർശങ്ങൾ ഈ രണ്ട് വിഷയങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രതികരണം ചോദിക്കുന്നു. അഞ്ജന പറയുകയാണ്, ഈ പുകവലിക്കുന്നത് ഒരു നല്ല ശീലമാണ് എന്നാണോ മന്ത്രിയും MLAയും ഒക്കെ പറയുന്നതെന്ന്. ശരിയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ എന്തായാലും വലിയ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾ നടക്കട്ടെ. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഓടകൾ പരസ്പരം ബന്ധിപ്പിക്കാതായതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊല്ലം ശക്തികുളങ്ങരയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ. ഓടയിലെ മലിനജലം വീടുകളിലേക്ക് വരെ തിരിച്ചു കയറിയതോടെ വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. സാങ്കേതികതയിൽ കുടുങ്ങിയ കുറെ മനുഷ്യരുടെ ജീവിതമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വികസനം വന്നതോടെ നാടും വീടും ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് ശക്തികുളങ്ങര 1-ാം ഡിവിഷനിലെ സാഗരമാതാ നഗർ നിവാസികൾ. ദേശീയപാതാ നിർമ്മാണത്തിലെ വ്യവസ്ഥകൾ കാരണം 150ഓളം കുടുംബങ്ങളാണ് മാസങ്ങളായി ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം വലയുന്നത്. ഈ ഓട പൊളിച്ചതിന് ശേഷം ഇവിടുന്ന് റിട്ടേൺ വെള്ളം ഇറങ്ങി നേരെ ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി മൊത്തം മലിനീകരണം എന്ന് വെച്ചാൽ വേസ്റ്റ് വെള്ളം കക്കൂസിന്റെ ലൈനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുല്ലം പണി ഇതെപ്പോഴും പുല്ലം പണി ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളമൊന്നും പോകുന്നില്ല. ഒത്തിരി കടക്കാർ ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. ഈ കണക്ഷൻ കൊടുക്കാതിരിക്കുന്ന ഈ സാധനം വേറെ സ്കൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം. റിട്ടേണേ ഇത് അടച്ചു വെച്ചിരിക്കുന്ന റിട്ടേൺ ഇറങ്ങി അങ്ങ് പോയിരിക്കുകയാണ്. അത് മൊത്തം മഴ പെയ്താൽ ഇത് മൊത്തം വലിയ ബോംബ് പൊട്ടുന്ന പൊട്ടി അങ്ങ് വരും, ഭയങ്കരമായ രോഗം വരും. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും, മാരകമായ രോഗങ്ങൾ വരും. ദേശീയപാത സർവീസ് റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ഓട പൊളിച്ച് ദേശീയപാത അതോറിറ്റി പുതിയ ഓട നിർമ്മിച്ചു. ഓട നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും മുൻപുണ്ടായിരുന്ന ഓടയുമായി പുതിയ ഓട ബന്ധിപ്പിച്ചില്ല. പഴയ ഓടയുടെ ഒരു ഭാഗം മൂടിയതോടെ മലിനജലം ഓടയിൽ നിന്നും തിരികെ വീടുകളിലേക്കും സമീപത്തെ സ്കൂൾ മൈതാനത്തേക്കും തിരിച്ചു കയറുകയാണ്. ജനം ദുരിതത്തിലായി. ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം പലരും മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ടു. ഇവിടുത്തെ സ്മെൽ അത്രയും കാരണം ഞങ്ങൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ ആന്റിയുടെ വീട്ടിലും എല്ലാവരും ഞങ്ങൾ പോയി നിൽക്കുന്ന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദനയും പിന്നെ ജനൽ പോലും തുറന്നിടാൻ പറ്റത്തില്ല. നല്ല രീതിയിലുണ്ട്. കൊതുക് എപ്പോൾ വെളിയിരുന്നാലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വെളിയിരിക്കത്തില്ല, ഫുൾ ടാഗത്താ. ഓടയുടെ സമീപത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആളെത്താതെ പലതും പൂട്ടി. വീടുപേക്ഷിച്ച് പലരും ബന്ധുവീടുകളിൽ അഭയം തേടി. ഓടയുടെ പ്രശ്നം ദേശീയപാത അധികൃതരെ അറിയിച്ചപ്പോൾ ഉത്തരവാദിത്വം കോർപ്പറേഷനെന്നായിരുന്നു മറുപടി. എന്നാൽ തങ്ങൾക്കല്ല ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് കോർപ്പറേഷനും കൈയൊഴിഞ്ഞു. ഒടുവിൽ ഓടപ്രശ്നം ഹൈക്കോടതി കയറി. പ്രശ്നം സാങ്കേതികം മാത്രമാണ്, പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടാകാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ.
ഇതാ നമ്മൾ കണ്ടില്ലേ, ശക്തികുളങ്ങരയിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥയിൽ ജീവിക്കുന്നത്. സാങ്കേതികത്വം പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് കോർപ്പറേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ തള്ളിവിടുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നതുമില്ല. ശക്തികുളങ്ങരയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ നമുക്ക് കേൾക്കാം. ഫിഷറീസിൻ്റെ ഓടയായിരുന്നു നമ്മുടെ ഈ ഷെഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹൈവേയുടെ ഓടയായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിഷറീസിൻ്റെ ഓട ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം 2 മാസത്തും 3 മാസത്തിൽ കൂടുതലായി. കാരണം ഈ പ്രദേശത്തുള്ള കടക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ 4 മാസമായി ഇവിടെ ഈ ഓടയ്ക്ക് വേണ്ടി കുഴിച്ചിട്ട് 4 മാസമായിട്ട് ഈ പണി തീർന്നില്ല. ഈ കട 4 മാസമായിട്ട് അടച്ചിട്ടിരിക്കുക. ഒരു മനുഷ്യൻ ഒരു സാധനം മേടിക്കാൻ ഇവിടെ വരുന്നില്ല. ഒരു രീതിയിൽ ഞങ്ങൾക്ക് വ്യാപാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് അസഹ്യമായ ദുർഗന്ധം. ഇവിടെ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ശ്വാസമുട്ടൽ, മറ്റുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. മാത്രമല്ല ആളുകൾ വരാൻ മടിക്കുന്നു. ഞങ്ങളെല്ലാം ഇപ്പോൾ അതിന്റെ ഇരകളായി മാറിയിരിക്കുക. ഞങ്ങളെല്ലാം അതിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സഹിക്കാൻ വയ്യ. സാംക്രമിക രോഗത്തിന്റെ ഭീഷണിയിലാണ് ഞങ്ങളെല്ലാവരും. ഒരു പ്രദേശം മുഴുവൻ 150ഓളം വരുന്ന കുടുംബങ്ങൾ എല്ലാവരും വേസ്റ്റ് വാട്ടർ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് ഞങ്ങളുടെ പരിസരത്തോട്ട് കംപ്ലീറ്റ് ഒഴുകി ഞങ്ങളുടെ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുക. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ദുർഗന്ധമായ വെള്ളവും കെട്ടി ഈ പരിസരം മൊത്തം മാലിന്യവും രോഗങ്ങളും കൊതുകുകളും കൊണ്ട് നിറഞ്ഞ് മാറാവ്യാധികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സീന മുഹമ്മദ് പറയുന്നത് പോലെ മാരക രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ ശക്തികുളങ്ങരയിൽ കാണുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം. പ്രേക്ഷകരും അത് ആവശ്യപ്പെടുകയാണ്. ഇതാരാണ് അവരുടെ പ്രശ്നം കേട്ടതിന് പരിഹാരം കാണേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. കഷ്ടം തന്നെ എന്നാണ് വസന്തകുമാരി പ്രതികരിക്കുന്നത്. ശരിയാണ്, കഷ്ടം തന്നെ. അവരിങ്ങനെ നിരന്തരമായി എല്ലാ അധികാരികളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ വാതിലിൽ മുട്ടി അവസാനം ഇനിയിപ്പോൾ കോടതിയിൽ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പുകവലി, അതുപോലെ അക്രമ രാഷ്ട്രീയം, ആ വിഷയങ്ങളിലൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സജി ചെറിയാൻ എന്താ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് എന്ന് ലീലാമ്മ ചോദിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ പല പല പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അതുണ്ടാവണം എന്ന് പറയുകയാണ് ഷാർലറ്റ് മാത്യു. അപ്പോൾ ജനങ്ങളുടെ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. എല്ലാ ദിവസവും ദുരിതങ്ങളുടെ വിവരങ്ങൾ, ദുരിതങ്ങളുടെ വിഷമങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ ആരാണ് പരിഹാരം കാണേണ്ടത്? അവരൊക്കെ കണ്ണടച്ചിരിക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് വരും.